ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസർ എവിടെയുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ വളരെ ശക്തമായി ഉയരുമ്പോൾ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണത്തിന്റെ തെളിവുകൾ, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ഭീകര വിധ്വംസക പ്രവർത്തനങ്ങളുടെ തെളിവുകൾ അത് നേരെ ചെന്ന് തറയ്ക്കുന്നത് ജെയ്ഷെ ഇ മുഹമ്മദിനാണ്. ജെയ്ഷെ ഇ മുഹമ്മദിന്റെ തലവനാണ് മസൂദ് അസർ എവിടെയുണ്ട്? ഇന്ത്യ ആവർത്തിച്ചു പറയുന്നത് മസൂദ് അസർ പാകിസ്ഥാനിൽ ഉണ്ട് എന്നാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ശക്തി കുറഞ്ഞതോടുകൂടി താലിബാന്റെ തണലിലാണ് മസൂദ് അസർ വളർന്ന് വികസിച്ചതും ജെയ്ഷെ ഇ മുഹമ്മദ് ശക്തി പ്രാപിച്ചതുമൊക്കെ. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തുകയും താലിബാന്റെ വേറെ ഇറക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ വരുമ്പോൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന് അഫ്ഗാനിസ്ഥാനെ കരുതിയത് കൊണ്ടാണ് ഈ മസൂദ് അസർ പാകിസ്ഥാനിലേക്ക് എത്തിയത്. മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട് എന്ന് ആദ്യവും അവസാനവും ശക്തിയുക്തം പറഞ്ഞത് ഇന്ത്യയാണ്. അവസാനം പാകിസ്ഥാൻ അത് സമ്മതിച്ചിരിക്കുന്നു. മറ്റാരുമല്ല സമ്മതിച്ചിരിക്കുന്നത്, പാകിസ്ഥാൻ സർക്കാർ തന്നെയാണ് ഇക്കാര്യം സമ്മതിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായി പറയുമ്പോൾ മുഹമ്മദ് ഈ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഷാ മുഹമ്മദ് ഖുറേഷി വളരെ വ്യക്തമായി പറയുന്നു, ജെയ്ഷെ ഇ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസർ മസൂദ് അസർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പാകിസ്ഥാന് പൂർണ്ണ വിവരങ്ങളുണ്ട്, മസൂദ് അസർ എവിടെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പാകിസ്ഥാന് പൂർണ്ണ വിവരങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഷാ മുഹമ്മദ് ഖുറേഷിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ഷാ മുഹമ്മദ് ഖുറേഷി വ്യക്തമാക്കുന്നതനുസരിച്ച് മസൂദ് അസർ ചികിത്സയിലാണ്. അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ശാരീരിക അവശതകൾ മസൂദ് അസർ അനുഭവിക്കുന്നുണ്ട്. ഹെറാൾഡ് ന്യൂസ് TV ആദ്യം മുതൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട്. മസൂദ് അസറിന് കിഡ്നി സംബന്ധമായും കരൾ സംബന്ധമായും രോഗത്തിലാണ്. മസൂദ് അസർ മിലിറ്ററി ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നുള്ളത് ഹെറാൾഡ് ന്യൂസ് TV ആദ്യം മുതൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാന്റെ തന്നെ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട്. മസൂദ് അസർ അനാരോഗ്യം ഉള്ള ആളാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ തരത്തിലാണ്: ഹീസ് ഇൻ പാകിസ്ഥാൻ, ഹീസ് വെരി അൺവെൽ, ഹീസ് അൺവെൽ ടു എക്സ്റ്റെൻഡ് ദാറ്റ് he cannot leave his house because he is very unwell. വീട്ടിൽ നിന്ന് അനങ്ങാൻ പോലും പുറത്തു പോകാൻ കഴിയാത്ത അത്ര രീതിയിൽ ശാരീരിക അവശതയിലാണ് ഈ മൗലാന മസൂദ് അസർ എന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറയുമ്പോൾ മൗലാന മസൂദ് അസർ എവിടെയുണ്ട്, ഏത് വീട്ടിലുണ്ട്, ഏത് പ്രദേശത്തുണ്ട്, എന്താണ് മസൂദ് അസറിന്റെ അനാരോഗ്യത്തിന് കാരണം, ചികിത്സാ രീതികൾ ഏതൊക്കെയെന്ന് പാകിസ്ഥാന് വ്യക്തമായി അറിയാം എന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. അവിടെ ഉയരുന്ന ചോദ്യം, പാകിസ്ഥാൻ എന്തുകൊണ്ട് മസൂദ് അസറിനെതിരെ നടപടിയെടുക്കുന്നില്ല? അതിനും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്, മസൂദ് അസറിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ തെളിവുകൾ നൽകും. നിയമത്തിന്റെ മുന്നിൽ ഒരു വ്യക്തിയെ ഉൾപ്പെടുത്താൻ തക്ക തെളിവുകൾ നൽകും. ആ തെളിവുകൾ നൽകിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ കോടതിക്ക് അക്സെപ്റ്റബിൾ ആകുന്ന, അംഗീകരിക്കാൻ കഴിയുന്ന തെളിവുകളാണെങ്കിൽ പാകിസ്ഥാൻ കൃത്യമായും മൗലാന മസൂദ് അസറിനെതിരെ നടപടിയെടുത്തിരിക്കും. മൗലാന മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്തിരിക്കും. ആ ഒരു രീതി യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ വെല്ലുവിളിയാണ് ഇന്ത്യയോട് കൂടിയുള്ളത്. നിങ്ങൾ മൗലാന മസൂദ് അസറിനെ കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോൾ ഔദ്യോഗികമായി മൗലാന മസൂദ് അസറിനെ കുറിച്ച് തെളിവുകൾ പാകിസ്ഥാന് ലഭിച്ചിട്ടില്ല. പക്ഷേ മൗലാന മസൂദ് അസർ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ തലവൻ പാകിസ്ഥാനിൽ തന്നെയുണ്ട്. വീട് വിട്ടിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അത്രമാത്രം അനാരോഗ്യവാനാണ് മൗലാന മസൂദ് അസർ. ആ മസൂദ് അസറിന്റെ വീടും ചികിത്സാ രീതികളും ഒക്കെ പാകിസ്ഥാൻ അറിയാമെന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന സ്വരം തന്നെയാണത്. തെളിവുകൾ നൽകും. ആ തെളിവുകൾ പാകിസ്ഥാൻ കോടതികൾക്ക് ബോധ്യപ്പെടുന്ന തെളിവുകളായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ മൗലാന മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്യും, നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നു ഈ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ.